Hello, good morning. Good morning, ma'am. Morning, ma'am. Yes. Ready ആണോ എല്ലാവരും? Yes, ma'am. Yes. Okay. ടാലന്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ. പേജ് നമ്പർ അറിയോ? പേജ് നമ്പർ അറിയോ? 87 page. എത്രയാ? Page 87. 87. Okay. Should go on 87. Yeah. Yes. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കോമ്പൻസേഷൻ, റിഗാർഡിംഗ് ദ കോമ്പൻസേഷൻ, അതായത് എംപ്ലോയീസ് when they are doing their duties and performing their work in an organization, otherwise the services rendered by them, they should be rewarded or compensated for reasonably compensated. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർ നൽകുന്ന സേവനങ്ങൾക്ക്, അവർ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസിന്, അവരുടെ പെർഫോമൻസിന് എന്തായാലും ഒരു റിട്ടേൺ, ഒരു റിവാർഡ്, അവർക്ക് ഒരു റെമ്യൂണറേഷൻ, അതിൽ കോമ്പൻസേഷൻ റീസണബിൾ ആയിട്ടുള്ള നിരക്കിൽ കൊടുത്തിരിക്കണം. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു റിവാർഡ് എന്ന് പറയുന്നത് മേ ബി ഇൻ ദ ഫോം ഓഫ് മോണിറ്ററി ടേംസ് ഓർ നോൺ മോണിറ്ററി ടേംസ് അല്ലെ? അതായത് പണരൂപത്തിലാകാം, പണമല്ലാത്ത രൂപത്തിലും ഒക്കെ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില കോമ്പൻസേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വേജ് ഓർ സാലറി, ഡിയർനെസ് ആൻഡ് അതർ അലവൻസസ്, പിന്നെ ഇനി ഇൻസെന്റീവ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, പെർക്വിസിറ്റ്സ്, ഇതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ? രണ്ടെണ്ണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ് വേജ്? വേജസിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലിവിങ് വേജ്, ഫെയർ വേജ്, അതുപോലെ തന്നെ മിനിമം വേജ്, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ അതെന്താണെന്ന് ഓരോന്നും എങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ ഡിയർനെസ് അലവൻസ് ആണ്, അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് എന്നും അതിനെ പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ്, നമുക്കൊരു ആൾക്ക് ജീവിത നിലവാരം അല്ലെ, അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഉള്ള ഒരു എന്താ പറയാ വേജ് പാക്കേജ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേജസിനോടൊപ്പം തന്നെ ചില എക്സ്ട്രാ അലവൻസ് കൂടി, സച്ച് ആസ് ആ അലവൻസുകളുടെ പേരുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, HRA, ഹൗസ് റെന്റ് അലവൻസ്, ദെൻ മെഡിക്കൽ അലവൻസ് MA, എഡ്യൂക്കേഷണൽ അലവൻസ്, ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ കൺവെയൻസ് അലവൻസ്, അത് TA എന്നാണ് പറയുക. ഇതെല്ലാം കോമ്പൻസേഷൻ പാക്കേജിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അത്തരം അലവൻസ് കൂടി കിട്ടുന്ന ഒരു റേറ്റ് അല്ലെങ്കിൽ ഒരു വേജ് പാക്കേജ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അടുത്തതാണ്, തേർഡ് ആണ് നമ്മൾ പറയുന്നത് ഇൻസെന്റീവ്സ്. എന്താണ് ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? That incentive is the reward or remuneration which is paid beyond the wages. അതായത് വേജസിന് പുറമെ, ഇൻ അഡീഷൻ ടു വേജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? വേജസ് കൂടാതെ അതിനോടൊപ്പം തന്നെ മറ്റ് എക്സ്ട്രാ മോണിറ്ററി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ളതായിട്ടോ ചില പേയ്മെന്റ് കൂടി എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ടു മോട്ടിവേറ്റ് ദം
അതായത് പെർഫോമൻസ് അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന്റെ അബവ് എത്തിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേജസിന് പുറമെ കൊടുക്കുന്ന ഒരു റിവാർഡ്, അതിനെയാണ് നമ്മൾ ഇൻസെന്റീവ്സ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? What is incentive? മനസ്സിലായോ? Incentive is a reward paid in addition to wages, whether monetary or non-monetary, which motivates or compensates the employee for their performance to reach above the standard. അവരുടെ സ്റ്റാൻഡേർഡിന്, അതായത് എംപ്ലോയീസ് ചിലപ്പോൾ പെർഫോം ചെയ്യുന്നത് ചില എംപ്ലോയീസ് ഒക്കെ അവരുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് മാത്രം നിൽക്കുന്ന രീതിയിലാകും. പക്ഷെ ആ സ്റ്റാൻഡേർഡിനെ കൂടി കുറച്ചുകൂടി അബവ് ആയിട്ട് നമ്മുടെ എംപ്ലോയീസിനെ എത്തിക്കാൻ പറ്റുമെന്ന് if the organization know, അത് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ മാനേജ്മെന്റ് മനസ്സിലാക്കുകയാണ് എംപ്ലോയീസിനെ ഇതൊരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷെ ഇതിൽ നിന്ന് കുറച്ചുകൂടി അബവ് നമുക്ക് അവരിൽ നിന്ന് എന്താ പറയാ എടുക്കാം, അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് നമുക്ക് ഇതിൽ കൂടുതൽ ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ ബിയോണ്ട് അപ്പുറത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും if they are motivated. അവരെ മോട്ടിവേറ്റ് ചെയ്താൽ in the form of monetary or non-monetary rewards, അതായത് പണരൂപത്തിലോ അല്ലാതെയോ ഒക്കെ ചില എന്തെങ്കിലും എന്താ പറയാ ബെനിഫിറ്റ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത്, അതായത് അത് പറയുന്ന പേര് ഇതാണ്, ഇൻസെന്റീവ് ആണ്. ഇതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റഡ് ആക്കി സ്റ്റാൻഡേർഡിന്റെ മുകളിലേക്ക് അവരുടെ പെർഫോമൻസിനെ എത്തിക്കാൻ പറ്റും. And but remember that one thing, അത് നമ്മൾ ഇൻസെന്റീവ്സ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എല്ലാ ഓർഗനൈസേഷൻസിലും ഏത് റേറ്റ് ഓഫ് ഇൻസെന്റീവ് കൊടുക്കാൻ പറ്റുന്നതിന് അതിനൊരു ഫിക്സ്ഡ് റേറ്റ് ഒന്നുമില്ല. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്ടിവിറ്റി, സെയിൽസ് ആൻഡ് ഓൾസോ ദ പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന് ഇൻസെന്റീവ് എങ്ങനെ കൊടുക്കണം അത് കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ ഓർഗനൈസേഷനും അതിന്റെ രീതിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ, അതിന്റെ നിലവാരത്തിനനുസരിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അവിടുത്തെ ലാഭം, അവിടുത്തെ ഉത്പാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി, പിന്നെ അവിടെ വിൽപ്പന, അതിന്റെ സെയിൽസ്, ഇതിന്റെയൊക്കെ ബേസിസിൽ മാത്രമേ എത്ര കണ്ട് നമ്മൾ ഇൻസെന്റീവ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് കേപ്പബിൾ, അതിന് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതായത് ഇവർക്ക് ആവശ്യത്തിന് സെയിൽസ് ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന സെയിൽസ് ഇല്ല, കുറെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് വിറ്റുകൂടി പോകുമ്പോഴാണ് സം ഇൻകം, ഓർഗനൈസേഷന് അതിൻ്റെതായ വരുമാനം കിട്ടുള്ളൂ. ആ വരുമാനം അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന റവന്യൂവിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത്, അതല്ല എങ്കിലും പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത, ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കും ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഇൻസെന്റീവ്സ് മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. രണ്ട് സെന്റൻസുകളും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് അണ്ടർലൈൻ ഇറ്റ്. മനസ്സിലാവാത്ത ആരുമില്ലല്ലോ? സിമ്പിൾ ആണത് ഇൻസെന്റീവ്. ക്ലിയർ അല്ലേ? ഒന്ന് കമ്പക്കിട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ് ഓർ പെർക്ക്. ഓക്കെ, എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇതും എന്താ പറയാ ഒരു നോൺ വേജ് അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റൽ ബെനിഫിറ്റ് ആണ്, വിച്ച് പ്രൊവൈഡഡ് ടു ദി എംപ്ലോയീസ് ഇൻ അഡീഷൻ ടു ദെയർ റെഗുലർ വേജസ്. അതായത് അവർക്ക് സ്ഥിരമായി കൊടുക്കുന്ന കൂലി, അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു വീണ്ടും ഒരു വേജിൽ പെടാത്ത, അതായത് വേജസ് എന്ന് പറയുന്നത് ഒരു ഇത്ര കൂലി ഒരു ദിവസം നമുക്കറിയാം. വേജസ് കൊടുക്കുന്നത്, വേജസും സാലറിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓൾറെഡി വി ഹാവ് ലേൺഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, നമ്മൾ നേരത്തെ പഠിച്ചു. വേജസ് എന്ന് പറയുന്നത് അവർലി ബേസിന്, ഡെയിലി ബേസിസിന്, വീക്ക്ലി ബേസിസിന് നമ്മൾ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്ത് അവർക്ക് ജോലി ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഡെയിലി ഇത്ര രൂപ. ആ വേജ് അല്ലാതെ അതിന് പുറമെ കൊടുക്കുന്ന ചില സ്പെഷ്യൽ എന്താ പറയാ ഒരു സപ്ലിമെന്റൽ ബെനിഫിറ്റുകളൊക്കെയാണ് എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയാ. ഇത് ഇതിനകത്ത് ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി കൊടുക്കുക, പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള ഒരു ഡിഡക്ഷൻ, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എമൗണ്ട് എക്സ്ട്രാ, അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടുള്ളത്, ഹോസ്പിറ്റലൈസേഷൻ പ്രൊസീജിയേഴ്സ് നടക്കുകയാണെങ്കിൽ, അതായത് ഒരാള് കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അഡ്മിറ്റഡ് ആയി അവിടെ വേണ്ടി വരുന്ന ചികിത്സ, പിന്നെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങള്, പെയ്ഡ് ഹോളിഡേയ്സ്. ഇപ്പൊ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടയിൽ വെച്ചിട്ട് എന്താ പറയാ ഇപ്പൊ ഒരു ദിവസം ഒരു ഹോളിഡേ വരികയാണ്, പക്ഷെ ആ ഹോളിഡേയുടെ പേയ്മെന്റ് കട്ട് ചെയ്യുകയോ അല്ല ഹോളിഡേ അല്ലേ അപ്പൊ അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യുന്നില്ല എന്നൊന്നുമില്ല. കാരണം ഡെയിലി പണിയെടുത്താലേ അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ദ ലോവർ ലെവൽ, ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിക്കാരെയാണ് അവർക്കാണ് നമ്മൾ ഡെയിലി വേജസിനും അതുപോലെയൊക്കെയുള്ള ജോലിക്ക് വേണ്ടി നിർത്താം. അപ്പൊ അവിടെ ഹോളിഡേ ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ പേയ്മെന്റ് കട്ട് ചെയ്താൽ ചിലപ്പോ അവരുടെ അന്നത്തെ ആ ഒരു ജീവിതം എങ്ങനെ പോകും നമുക്കറിയില്ല. ഒരു ദിവസത്തെ ലീവ് കട്ട് ചെയ്താൽ അപ്പൊ
അങ്ങനെ പെയ്ഡ് ഹോളിഡേസിന്റെ ഫോമില് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസുകൾ, ഇത് ഗ്രൂപ്പായിട്ട് എംപ്ലോയീസിന്റെ അത്തരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും കൂടി പേരിൽ എംപ്ലോയർ വേണമെങ്കിൽ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഇൻഷുറൻസ് അങ്ങനെ എടുപ്പിക്കുന്നത് അതിന്റെ പ്രീമിയം ആരടയ്ക്കും, എംപ്ലോയർ അടയ്ക്കണം. ഇവിടെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, ചില റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുമ്പോഴേ എന്ന് വെച്ചാൽ അപകട സാധ്യതകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അതായത് വല്ല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുന്ന എംപ്ലോയീസിന്റെ പേരിൽ എംപ്ലോയർമാര്, ആ ബിസിനസിന്റെ ഓണർമാര് എന്ത് ചെയ്യാറുണ്ട്, ഒരു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ 2 3 അല്ലെങ്കിൽ 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ്. അപ്പൊ ആ ഗ്രൂപ്പിൽപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തില് ഹെൽത്ത് ഇഷ്യൂസ് അവരുടെ ജോലിയുമായിട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പൈസ ചെലവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറൻസിന്റെ എമൗണ്ട് അവർക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. അല്ലാണ്ട് ഇവരെ പോലെയുള്ള ഇത്രയും എന്താ പറയാ ഓരോ ദിവസവും അല്ലെ ഡെയിലി നമ്മൾ ഇത്ര രൂപയ്ക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെയിലി നമുക്ക് ഓരോ എക്സ്പെൻസ് ഉണ്ട്, ചെലവുകളുണ്ട്, വീടിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇത്തരം ചില രോഗങ്ങളോ ചിലപ്പോ വല്ല അപകടങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ ചികിത്സയ്ക്ക് എവിടെ കാശുണ്ടോ, ഇല്ല. അതും കൂടി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഗ്യാരണ്ടി എന്തിലുണ്ട്, ഫ്രിഞ്ച് ബെനിഫിറ്റിലുണ്ട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ജോലിക്ക് തീർന്നു റിട്ടയർമെന്റിന്റെ സമയത്ത് പെൻഷൻ. ഓക്കെ, these all things are the extra benefits which is provided in the form of fringe benefit. ഇതിനൊക്കെയാണ്. അപ്പൊ വേജസിന് പുറമെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് കൂടിയുള്ള എമൗണ്ടുകൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം സൗകര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ആണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് വിളിക്കുക. I think you have understood. മനസ്സിലായോ എല്ലാവർക്കും? അവിടെയും 2 സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പെർക്യൂസിറ്റ്സ് ഓർ പെർക്ക് കേട്ടോ. പെർക്യൂസിറ്റ്സ് എന്നോ പെർക്സ് എന്ന് അതിനെ ഷോർട്ട് ആയിട്ട് നമുക്ക് പറയാം. ഈ പെർക്യൂസിറ്റ്സ് അല്ലെങ്കിൽ പെർക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സ്പെഷ്യൽ ബെനിഫിറ്റ് വിച്ച് ഈസ് പെയ്ഡ് ഓൺലി ടു ദ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ, എല്ലാ എംപ്ലോയീസിനും കിട്ടുന്നതല്ല. ടോപ്പ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്ന ചില സ്പെഷ്യൽ ബെനിഫിറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പെർക്യൂസിറ്റ്സ് അല്ലെങ്കിൽ പെർക്ക് എന്ന് വിളിക്കുക. ഈ പെർക്യൂസിറ്റ്സിനകത്ത് ഉൾപ്പെടുന്നതാണ് കമ്പനിയുടെ കാറൊക്കെ ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കുക, കമ്പനിയുടെ കാർ കൊടുക്കുക. എന്ന് വെച്ചാൽ അവർക്കത് അവരുടെ ആ ജോലിയുടെ ഭാഗമായിട്ട്, ടോപ്പ് എക്സിക്യൂട്ടീവ് ആണ്, അപ്പൊ അതുകൊണ്ട് ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് കാർ വേണം. നമുക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങിച്ചിട്ട് ആ ഒരു എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോ അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അതിന് അങ്ങനെയുള്ള ഒരു കാർ വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ അതിനുള്ള എമൗണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ കമ്പനി തന്നെ കാർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഡെയിലി അവർക്ക് അത് ഉപയോഗിച്ച് കാര്യങ്ങൾ അവരുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫർണിഷ്ഡ് ഹൗസ് എന്ന് വെച്ചാൽ അവർക്ക് താമസിക്കാനൊക്കെ എന്താ പറയുക അക്കോമഡേഷനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഹൗസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, അത് കമ്പനിയിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോക്ക്, ഇറ്റ് മീൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഷെയർ കണ്ടോ, കമ്പനികളിൽ ഷെയറുകൾ ഓഹരികൾ എടുക്കുക എന്നൊക്കെ, ആ സ്റ്റോക്ക് അവിടുത്തെ കമ്പനിയുടെ ഷെയറിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും. പിന്നെ ക്ലബ് ഉണ്ടെങ്കിൽ ക്ലബ് മെമ്പർഷിപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ പെയ്ഡ് ഹോളിഡേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വേജസ് കൊടുക്കുന്ന പോലെ ഇവർക്കും പെയ്ഡ് ഹോളിഡേസിന് പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ ബെനിഫിറ്റ്സുകൾ ആർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അത്തരം ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ പെർക്സ് അല്ലെങ്കിൽ പെർക്യൂസിറ്റ്സ് എന്ന് പറയുക. ക്ലിയർ ആയോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ സെന്റൻസ് 2 അണ്ടർലൈൻ ചെയ്യാം. 2 സെന്റൻസേ ഉള്ളൂ, 2 അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, സോ കൺക്ലൂഡിംഗ് ദ ചാപ്റ്റർ, നമ്മളുടെ ടാലന്റ് മാനേജ്മെന്റും കോമ്പൻസേഷൻ മാനേജ്മെന്റും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാനം നമുക്ക് കുറച്ച് തന്നിരിക്കുന്നത് എന്താണെന്നറിയില്ലേ, ഈ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണ്ടല്ലോ, വേജസോ മറ്റ് ബെനിഫിറ്റുകൾ, ഫ്രിഞ്ച് ബെനിഫിറ്റ്, ഇൻസെന്റീവ്സ്, സാലറി, ഇങ്ങനെയുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ
It is dependent on some factors. ഈ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അതായത് നമ്മളുടെ കമ്പനിക്ക് അകത്ത് ഉള്ള ചില ഘടകങ്ങളും കമ്പനിയുടെ പുറത്തുള്ള ചില ഫാക്ടേഴ്സും കോമ്പൻസേഷൻ പേയ്മെന്റുമായിട്ട് ചില ബന്ധമുണ്ട്. അതിനെ സ്വാധീനിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ കോമ്പൻസേഷൻ മാനേജ്മെന്റ്. അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ അകത്തും പുറത്തുമായിട്ട് അതിനെ അഫക്ട് ചെയ്യുന്ന ചില ഘടകങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. എക്സ്റ്റേണലും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ടെന്ന് ഓർക്കുക. കോമ്പൻസേഷൻ മാനേജ് ചെയ്യുന്നതിൽ എഫക്ട് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ക്യാൻ ബി എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണേ. ദേ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് എന്നാണ്, അതേ മാറ്റി അവിടെ കോമ്പൻസേഷൻ കേട്ടോ. ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ ഈസ് കാറ്റഗറൈസ്ഡ് ഇൻടു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലേബർ മാർക്കറ്റ് ആണ്. ലേബർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ, ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ജോലിക്ക് വേണ്ടി നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടം. പുറത്തുനിന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒക്കെ ഒരുപാട് ഏജൻസീസ് ഉണ്ട് നമ്മുടെ എംപ്ലോയീസിനെ എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പല ഏജൻസിയിലൊക്കെ നമ്മൾ ഇത്ര രൂപ എന്താ പറയാ ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ മറ്റു ഡാറ്റാസ് ഒക്കെ അവരെ അറിയിച്ച് റെസ്യൂമെ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട്. So wherever there will be some vacancies in the organizations, they will inform us. നമ്മളപ്പോ അതെന്ത് ചെയ്യും, അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏജൻസിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷനിൽ നിന്നൊക്കെ ചിലപ്പോൾ അവിടെ ഇന്ന വേക്കൻസി ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് അവരറിയുകയാണെങ്കിൽ അവരറിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ അറിയിക്കും ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പനിയിൽ ഇന്ന വേക്കൻസി ഉണ്ട്, സോ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇൻഫോർമേഷൻ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എവിടെയൊക്കെ വേക്കൻസി ഉണ്ടെന്നെല്ലാം നമ്മൾ ചിലപ്പോൾ പല മീഡിയാസിലൂടെയും അറിയണമെന്ന് നിർബന്ധമില്ല. സോ ഇങ്ങനെ ഒരു ഏജൻസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷന് ഇക്വലന്റ് ആയിട്ടുള്ള ചില വേക്കൻസീസ് അവരറിയുമ്പോൾ നമ്മളത് ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഓൺലൈനായിട്ട് ഇന്ന് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില എന്താ പറയാ സൈറ്റുകളും ഉണ്ട് അല്ലെ, ലിങ്ക്ഡിൻ ഒക്കെ പോലെ അല്ലെ, ഷൈൻ, ഇൻഡീഡ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളാണ്. അപ്പൊ നമ്മൾ അവിടെ റെസ്യൂമെ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്യൂമെ പ്രകാരം ആളുകൾക്ക് ഓർഗനൈസേഷൻസ് നീഡ് സം എംപ്ലോയീസ്, അവർക്ക് ഇപ്പൊ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ അവര് അതിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പൊ അതിന് നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്ത് അവര് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെയുള്ള ലേബറിനെ സപ്ലൈ ചെയ്യുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലേബർ മാർക്കറ്റ്. ഓൺലി ദാറ്റ് മച്ച് നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ലേബർ മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടെ നമ്മളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതില് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന പൈസ, വേജസ് ആയിക്കോട്ടെ സാലറി ആയിക്കോട്ടെ, ഇത് ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവിടെ ലേബർ മാർക്കറ്റിനുള്ള സ്വാധീനം എന്താണ് നോക്കാം. ലേബർ മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഫിക്സസ് ദ വേജസ് ഓർ സാലറി. ഒരു ലേബർ മാർക്കറ്റില് എത്രത്തോളം ലേബറേഴ്സിന് എന്തുണ്ട്, ഡിമാൻഡും സപ്ലൈയും ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിമാൻഡ് സപ്ലൈ നോക്കിയിട്ടാണ് വേജസോ സാലറിയോ ഫിക്സ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഡിമാൻഡ് സപ്ലൈ എന്നൊക്കെ കേട്ടോ? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മലയാള വേർഡ് മലയാളം വേർഡ് ചോദനം എന്നാണെന്ന് തോന്നുന്നു. ചോദനം അല്ലെ. സപ്ലൈ എന്ന് പറഞ്ഞാൽ വിതരണം അല്ലല്ല, സപ്ലൈ ചെയ്യും എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറയല്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇക്കണോമിക്സിലൊക്കെ എവിടെയൊക്കെ റെഫർ ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മനസ്സിലാക്കാം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു കാര്യം ആവശ്യമുണ്ട്, ദാറ്റ്സ് മൈ ഡിമാൻഡ് അല്ലെ. ഞാൻ എന്തെങ്കിലും സാധനം എനിക്ക് ആഗ്രഹിക്കുകയാണ്, ഞാൻ ഇന്ന സാധനം എനിക്ക് വേണം, ആൻഡ് ഐ എം റെഡി ടു പേ ഫോർ ഇറ്റ്. രണ്ടും കൂടി ചേർന്നോട്ടാ. ആഗ്രഹം മാത്രം ഉണ്ടായ പോരാ, വില്ലിംഗ്നെസ് പ്ലസ് the ability to pay, that is called demand. അങ്ങനെയാണ് നമ്മൾ ഇക്കണോമിക്സിലൊക്കെ റെഫർ ചെയ്യുന്നത് അല്ലെ. എന്താണ് വില്ലിംഗ്നെസ് ടു പേ പ്ലസ് എന്താ പറയാ വില്ലിംഗ്നെസ് പ്ലസ് കപ്പാസിറ്റി ടു പേ. അതായത് എനിക്കൊരു സാധനം ആഗ്രഹമുണ്ട്, അത് വാങ്ങിക്കണം, പക്ഷെ ആഗ്രഹം മാത്രം മനസ്സിൽ പോരാ, അത് വാങ്ങിക്കാനുള്ള എന്തെങ്കിലും കാശ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് ഡിമാൻഡ് ആകുന്നത്. അപ്പൊ എന്ത് വസ്തുക്കൾക്കും നമ്മൾ അങ്ങനെയാണ്. എന്ത് സാധനം ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, ഡ്രസ് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഷീൻസ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നമ്മളത് വാങ്ങിക്കാൻ നമുക്ക് ആഗ്രഹവും വേണം, അത് വാങ്ങിക്കാനുള്ള
എന്താണ് പണവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിമാൻഡ് തുണ്ടി. ഇവിടെ ഡിമാൻഡ് ഫോർ ലേബർ ആണ്. ഇവിടെ എന്തൊക്കെ ഡിമാൻഡാണ്? ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഇഫ് വി നീഡ് സം ടീച്ചേഴ്സ് മോർ, അല്ലെങ്കിൽ സം ടെക്നിക്കൽ സ്റ്റാഫ് മോർ. നമുക്ക് ഇവിടെ ഓൾറെഡി ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് തുടങ്ങുന്നു. അപ്പൊ ആ കോഴ്സ് പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു ടീച്ചറെ വേണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ വേണം എന്ന് വിചാരിക്കാം നിങ്ങൾ. ആ ഒരു ഡിമാൻഡ് നമ്മൾ വിചാരിച്ചാൽ മാത്രമല്ല, നമുക്ക് ആവശ്യമുണ്ട് ഒരു ടീച്ചറെ. ആ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് വേണം? ആവശ്യം പ്ലസ് എന്തുണ്ട്? നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ തയ്യാറാകണം. സാലറി രൂപത്തിലോ എന്താ പറയാ വേജസ് രൂപത്തിലോ എങ്ങനെയാണ് നമ്മൾ അത് കൊടുത്തിട്ടാണ് നമ്മൾ അവരെ വാങ്ങിക്കുക. അപ്പൊ ഈ നമുക്ക് ആവശ്യമുണ്ട്, അതാണ് നമ്മുടെ ഡിമാൻഡ്. ഓർഗനൈസേഷന്റെ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ അതാണ്. ആൻഡ് സപ്ലൈ, അത് തരാനുള്ള ആൾക്കാർ ലേബർ മാർക്കറ്റ് പുറത്തുനിന്ന് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടിയും ആണ് ഒരു എന്താ പറയാ ഫിക്സ് ചെയ്യാൻ, എന്ത് വേജസോ സാലറിയോ ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ വളരെ നല്ല രീതിയിൽ സാലറിയോ വേജസോ ഫിക്സ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോവർ വേജസ് ക്യാൻ ബി ഫിക്സഡ്. ഇപ്പൊ ഇല്ലേ, ലേബറേഴ്സ് ഒരുപാടുണ്ട്, ഒരുപാട് ലേബറേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് പുറത്തുനിന്ന് കിട്ടും. പക്ഷേ ആ ലേബറിന് ഡിമാൻഡ് കുറവാണ്. മീൻസ് ഇപ്പൊ നമ്മുടെ ഇവിടെ വലിയ ആവശ്യമൊന്നുമില്ല, ഇവിടെ ആവശ്യത്തിന് ടീച്ചർ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടേക്ക് നമ്മളെ ടീച്ചേഴ്സ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ കുറെ പേരുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ വലിയ ആവശ്യമില്ല, ഓൾറെഡി സഫീഷ്യന്റ് ടീച്ചേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അതാണ് ഡിമാൻഡ് വളരെ കുറവാണ്, ലേബറേഴ്സിന് ഡിമാൻഡ് കുറവ്, പക്ഷെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എങ്ങനെയായിരിക്കും വേജ് ഫിക്സ് ചെയ്യാം? കളക്ട് ചെയ്യണേ നിങ്ങൾ. എങ്ങനെയുള്ള വേജസ് ആയിരിക്കും ഫിക്സ് ചെയ്യാം? ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടീച്ചറിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഈ എന്താ പറയാ ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുകയല്ലേ, അപ്പൊ ഒന്ന് വെറുതെ ചോദിച്ചു നോക്കാം, എന്തായാലും നമ്മൾ പഠിച്ചിത്രയൊക്കെ ഇറങ്ങി അവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ഇവിടെ വന്നിട്ട് ഇറങ്ങി പോകുന്നേരിക്കാം. ഒബിയസ്ലി നമ്മുടെ മാനേജ്മെന്റ് എന്ത് തീരുമാനിക്കുന്നു? ഇവിടെ ആവശ്യത്തിന് ഇപ്പൊ ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് വി ആർ നോട്ട് ഇൻ നീഡ് ഓഫ് സം ടീച്ചേഴ്സ്, എക്സ്ട്രാ ടീച്ചേഴ്സിന്റെ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ കുറച്ചിടയ്ക്കിടയ്ക്ക് വന്ന് കയറി പോകുന്നു. അപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പരിഗണന തോന്നി, ആ വേണമെങ്കിൽ ശരി ഓക്കെ ജോയിൻ ചെയ്തോ, പക്ഷേ ദേ വിൽ ഓഫർ ഓൺലി ലോ വേജ് അല്ലെ. അവിടെ കൊടുക്കുന്ന നേരത്തെ ഇവിടെ ഉള്ള ടീച്ചേഴ്സിനെക്കാളും ചിലപ്പോ ഒരു ലോവർ വേജസ് ആയിരിക്കും എന്ത് ചെയ്യുള്ളൂ, ഫിക്സ് ചെയ്യുള്ളൂ. ബിക്കോസ് എന്താണ്, ഇവിടെ ആവശ്യമില്ല, ഇവിടെ ഡിമാൻഡ് ഇല്ല. ഇവിടെ ഈ ഓർഗനൈസേഷനിൽ ഇവിടെ ടീച്ചേഴ്സിന് ഡിമാൻഡ് ഇല്ല. ഓൾറെഡി എല്ലാവരും അവിടെ എന്താ പറയാ പാക്ഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാന്റെ ആവശ്യമില്ല. എക്സ്ട്രാ വിളിച്ചാൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ പേയ്മെന്റ് ആണത്. പക്ഷെ ഇത് ഏതെങ്കിലും കേസിൽ ആരെങ്കിലും എടുക്കണമെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യും? they will fix only minimum wage, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വേജസ് ആയിരിക്കും ഫിക്സ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. നേരെ വൈസ് വേഴ്സ, തിരിച്ചു അങ്ങനെ തന്നെ. എങ്ങനെയാ? ഇപ്പൊ ഉദ്ദേശിക്കാം സപ്ലൈ ഓഫ് ലേബർ വളരെ കുറവ്, ലേബർ മാർക്കറ്റിൽ അധികം ഇല്ല, ആൾക്കാരെ കിട്ടാനില്ല, ജോലിക്ക് ആൾക്കാരെ കിട്ടാനില്ലാത്തൊരവസ്ഥ. And we are badly in need of some teachers. നേരെ തിരിച്ച് തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെ. നമുക്ക് എന്താ പറയാ ഒരു കോഴ്സുകളും നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല, നമുക്ക് എന്തായാലും ടീച്ചേഴ്സിനെ കിട്ടിയേ മതിയാകൂ. പക്ഷെ ലേബർ മാർക്കറ്റിൽ there are not sufficient supply of laborers. ടീച്ചേഴ്സിന്റെ അധികം സപ്ലൈ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി എന്ത് ചെയ്യും? നമ്മള് have to raise the wages or salary. എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ സാലറി കൂട്ടി പറയേണ്ടി വരും. അതാണ് പറയണേ, ലേബറേഴ്സിന്റെ ഡിമാൻഡും സപ്ലൈയും തീർച്ചയായിട്ടും അതായത് ലേബർ മാർക്കറ്റ് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത്രയൊക്കെ വിശാലമായിട്ട് ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാ. ക്ലിയർ? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെ ഇവിടെ അവിടെ എന്താ പറയാ, നമ്മൾ ലേബറേഴ്സിന്റെ ഡിമാൻഡ് സപ്ലൈ ആണ്. അപ്പൊ കൂട്ടുകയോ കുറയ്ക്കുകയോ ഇറ്റ് ഈസ് അപ്പോൺ ദ ഡിസിഷൻ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ വേജസ് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഡിസിഷൻ പ്രകാരമാണ്. പക്ഷെ ലേബർ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തും. ലേബർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ സപ്ലൈ ഓഫ് ലേബർ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? വളരെ എന്താ പറയാ കുറവ് എന്താ പറയാ വേജസ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. അതേസമയം ലേബർ മാർക്കറ്റിൽ സപ്ലൈ ഓഫ് ലേബർ കുറവാണ്, പക്ഷെ വി ഹാവ് ആൻ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് ആളുകളെ ജോലിക്ക് എടുക്കാനെങ്കിൽ വി ഹാവ് ടു ഓഫർ മോർ വേജ് ഓർ മോർ സാലറി. കൂടുതൽ സാലറിയോ വേജസോ ഓഫർ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ആൾക്കാരെ. അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ. പക്ഷെ നമ്മളുടെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടും കുറവാണ്. അൺഎംപ്ലോയ്മെന്റ് രണ്ടും കുറവാണെന്നല്ല, സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിന്റെ ഒരു അഭാവമുണ്ട്.
ആൻഡ് ഓൾസോ അൺഎംപ്ലോയ്മെന്റും നന്നായിട്ടുണ്ട്. ഈ രണ്ട് സ്ഥിതിയും ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു സെന്റൻസ് അങ്ങനെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, എന്താണ് പാരാഡോക്സിക്കൽ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പാരാഡോക്സിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിരോധാഭാസം എന്ന് കേട്ടല്ലേ? എടുത്തു പറയേണ്ട ഒരു വിരോധാഭാസം നമ്മുടെ കൺട്രിയിലുണ്ട്. എന്താ? അൺഎംപ്ലോയ്മെന്റ് നല്ല രീതിയിലുണ്ട് അല്ലെ? തൊഴിലില്ലായ്മ. ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ പുറത്ത് തൊഴിലില്ലാതെ നടക്കുന്നുണ്ട്. കാരണം എന്താ? അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലികൾ കിട്ടുന്നില്ല. എന്നാൽ ചില സമയത്ത് എന്താ പറയാ, ചില സ്കിൽഡ് ലേബറിന്റെ അഭാവവും അതോടൊപ്പം തന്നെയുണ്ട്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ച് കഴിവും വേണം അല്ലെ? വേണ്ടേ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിലപ്പോൾ പറഞ്ഞിട്ടാവണം. ഇപ്പൊ ഉദാഹരണം തന്നെ, ഇപ്പൊ ടീച്ചിങ് തന്നെ നമുക്ക് എടുക്കാം അല്ലെ? ഒരുപാട് ആളുകൾ BEd അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പോഴും ജോലി ചെയ്യുന്നവരല്ല. അതായത് നമ്മൾ നല്ല രീതിയിലുള്ള എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലോ ഗവൺമെന്റ് സ്കൂളുകളിലോ വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയാ ചില കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതെന്താണ് കാരണം? അപ്പൊ ഈ പറയുന്ന പോലെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, അതിന്റെ കൂടെ ചില സ്കില്ല് കൂടി ആവശ്യമുണ്ട് ചില കാര്യങ്ങൾ കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ ഷോർട്ടേജും ഉണ്ട്. എന്നാൽ അൺഎംപ്ലോയ്മെന്റും നല്ല ധാരാളമായിട്ടുണ്ട്. ഓക്കെ, ലേബർ മാർക്കറ്റ്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മളുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടത് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് തുടങ്ങി എന്താ പറയാ സ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എപ്പോഴാണ് കൂടുതൽ വേജ് ഫിക്സ് ചെയ്യുന്നതെന്നും എപ്പോഴാണ് കുറവ് വേജ് ഫിക്സ് ചെയ്യുന്നതെന്നും ആണ് ആ രണ്ട് സെന്റൻസിലും പറഞ്ഞേക്കണേ. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത പോയിന്റ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് അടുത്ത ഒരു ഇമ്പോർട്ടൻസ് ലേബർ മാർക്കറ്റില്, അതുപോലെ തന്നെ നമ്മുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ മറ്റൊരു എന്താ പറയാ ഒരു ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ജീവിത നിലവാരം അല്ലെ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സാധനയില്ലേ, ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വേജസ് ഫിക്സ് ചെയ്യുമ്പോ ഒരു കാര്യം കൂടി ഇവർ കൺസിഡർ ചെയ്യണം, ബിസിനസ് ഓർഗനൈസേഷൻസ് കൺസിഡർ ചെയ്യണം. കാരണം എല്ലായ്പ്പോഴും ദ പ്രൈസസ് ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ്സ് ആർ നോട്ട് സെയിം അല്ലെ? എല്ലായ്പ്പോഴും നമ്മളുടെ സാധനങ്ങളുടെ വില ഒരേ രീതിയിൽ തന്നെയാണോ? ഒരു 10 കൊല്ലം മുമ്പുള്ള രീതിയാണോ ഇപ്പൊ സാധനങ്ങളുടെ വിലക്ക്? ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, വലിയ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വർണം അല്ലെ? 10 കൊല്ലം മുമ്പ് സ്വർണ്ണത്തിന് എത്രയായിരുന്നു ഒരു പവന വില? ഇപ്പൊ അത് എത്രയാണ്? അത് ലക്ഷറിയസ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് വിട്ടേക്ക്. അതുപോലെ തന്നെ ഏത് സാധനം എടുത്താലും നമുക്കറിയാം പ്രൈസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് അല്ലെ? ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് ഓരോ സാധനത്തിന്റെയും വിലയിൽ വന്നേക്കുന്നത് അല്ലെ? അപ്പോ അതനുസരിച്ച് കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടും. നമ്മള് ഒരു 10 കൊല്ലം മുമ്പ് ജീവിച്ച അതേ ജീവിത നിലവാരത്തിലായിരിക്കില്ല നമുക്ക് ഇപ്പൊ ജീവിക്കേണ്ടി വരില്ല. ബിക്കോസ് എക്സ്പെൻസ് കൂടുതലാണ്. ഒരു കിലോ അരിക്കായിക്കോട്ടെ, 1 കിലോ പഞ്ചസാരയ്ക്ക് ആയിക്കോട്ടെ, ബേസിക് നീഡ്സ് പോലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്ന പൈസ തന്നെ കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇവർക്ക് ഇവരുടെയും ജീവിത നിലവാരം അതനുസരിച്ച് ഇവർക്കും ആ പണ്ടത്തെ കാശൊക്കെ കൂലി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് പറ്റും? അവർക്ക് അത്രയും സാധനം വെച്ചിട്ട് ആ ഒരു എമൗണ്ട് വെച്ച് അവർക്ക് എന്ത് ചെയ്യില്ല? ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റില്ല. ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടി കൺസിഡർ ചെയ്തിട്ട് ഡ്യൂ ടു ദ ഇൻക്രീസിംഗ് പ്രൈസസ്, റൈസിംഗ് ഇൻ പ്രൈസ്, എന്താ പറയാ സാധനങ്ങളുടെ വിലകളിൽ ഒരുപാട് മാറ്റങ്ങൾ കാലാന്തരങ്ങളിൽ പറയൂല്ലേ, കാലാന്തരങ്ങളിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാലറിയോ വേജസോ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദേ ഹാവ് ടു ബി റെമ്യൂണറേറ്റഡ് മോർ. കൂടുതൽ പേയ്മെന്റ് അവർക്ക് കൊടുത്ത് എന്ത് ചെയ്യണം? ജോലി തടസ്സപ്പെടാതെയും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ തടസ്സപ്പെടാതെയും ഒക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ ബേസിസും എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ആ പോയിന്റ് ഓർത്താൽ മതി. അതിൻ്റെ ഉള്ളില് കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കാം. ഓക്കെ, ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. When the cost of living is rise, it is required to be remunerated by payment of മറ്റെന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂട്ടി കൊടുക്കുക അവർക്ക്. വേജസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ചുകൂടി ഒക്കെ കൊടുക്കാന്ന്. ഓക്കെ, സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് അനുസരിച്ച്. നെക്സ്റ്റ് വൺ ലേബർ യൂണിയൻസ് ആണ്. ഇനി ലേബർ യൂണിയൻ ഉണ്ടല്ലോ അല്ലെ? ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ലേബർ യൂണിയൻ എന്ന് പറയുന്നത് ഇതും നമ്മളുടെ ഓർഗനൈസേഷനിൽ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ചില സ്ഥലങ്ങളിൽ ലേബർ ട്രേഡ് യൂണിയൻ ഉണ്ടായിരിക്കും. ചില ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഒരു
റെപ്രസെന്റേറ്റീവ്സ് ഒരു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ടീം, അതാണ് ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ലേബർ യൂണിയൻ. ഇപ്പൊ പണ്ടൊക്കെ അത് സ്ഥിരമായിരുന്നു, ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരുന്നു, യൂണിയൻകാർ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. തൊഴിലാളികളുടെ വിഭാഗത്തിലാണ് ഇതിലുള്ള യൂണിയൻസ് ഉണ്ടാകുക. തീർച്ചയായിട്ടും ഇതിന്റെ പ്രസൻസും ആബ്സെൻസും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ. ഓക്കെ, ഇപ്പൊ ഒരു യൂണിയൻ ഒന്നും ഇല്ലാത്ത ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് ലേബർ യൂണിയൻ ഓർ ട്രേഡ് യൂണിയൻ ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയേഴ്സിന് അവർക്ക് ഒരു ഫ്രീഡം ഉണ്ട്. ദേ ക്യാൻ ഫിക്സ് എനി പ്രൈസ്, എനി വേജസ് ഓഫ് സാലറി ഇഫ് ദേ വാണ്ട്. എന്ത് വേണമെങ്കിലും കൂലിയായിട്ട് നിശ്ചയിക്കാം. എംപ്ലോയറുടെ ഓൺ ഡിസിഷൻ ആണ്, ബിക്കോസ് ദർ ഇസ് നോ ട്രേഡ് യൂണിയൻ. തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ യൂണിയൻ ഒന്നുമില്ല, കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ കേട്ടിപ്പോഴും. ഓക്കെ, അതേസമയം യൂണിയൻകാരുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ട്രേഡ് യൂണിയൻസ്. അപ്പൊ തീർച്ചയായിട്ടും അവർ ഇടപെടും. ഇത്രയും ലോ വേജസ് കൊടുത്തിട്ട് എന്താ അവരുടെ ബേസിക് നീഡ്സ് പോലും അവർക്ക് അതിന് തികയുന്നില്ല അല്ലെ, ഇത്രയും വിലയൊക്കെ സാധനങ്ങൾക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളൊന്നും കാണുന്നില്ല, ഇങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ യൂണിയൻസ് എന്ത് ചെയ്യും, മുന്നോട്ട് വരും. പക്ഷെ ഒരു നോൺ യൂണിയൻ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് അവരുടെ ഡിസിഷൻ എടുക്കും. ഇത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അതേസമയം യൂണിയൻ ഉള്ളിടത്താണെങ്കിൽ ആ ട്രേഡ് യൂണിയൻ ഇടപെടും എംപ്ലോയീസിന്, അവരെ എന്ത് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് അവരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അവരും കൂടി ഇതിനകത്ത് പെടുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് സ്ട്രോങ് ആയിട്ട് അവരെ എന്താ പറയാ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അതിന് അഗേൻസ്റ്റ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കോ അല്ലെങ്കിൽ ചോദിക്കോ വാദിക്കോ ഒക്കെ വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യാം. സോ അങ്ങനെ വരുമ്പോ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും, അവരുടെ വേജസ് ഒക്കെ ഒന്നുകൂടി പുനഃപരിശോധിച്ച് അവർക്ക് വേണ്ട റെമ്യൂണറേഷൻ ആ സ്കെയിൽ അനുസരിച്ച് പേ ചെയ്തു. ക്ലിയർ ആയോ? പോയിന്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. യൂണിയൻ ഉള്ളിടത്തും യൂണിയൻ ഇല്ലാത്തടത്തും എങ്ങനെയാണ് പേയ്മെന്റ് ഫിക്സ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ലേബർ യൂണിയൻസിനും കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ദ പ്രസൻസ് ഓഫ് അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ, ലേബർ യൂണിയൻസിൽ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ലേബർ ഓർഗനൈസേഷൻസ് ഓഫൺ ഡിറ്റർമിൻ ദ സബ്സ്റ്റാൻഷ്യൽ വേജസ് പെയ്ഡ് ടു ദ എംപ്ലോയീസ്. അടുത്തത് എംപ്ലോയേഴ്സ് ഓഫ് നോൺ യൂണിയനൈസ്ഡ് ഓർഗനൈസേഷൻ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അവിടെ തുടങ്ങി ദേ വാണ്ട് വരെ. യൂണിയൻ ഇല്ലാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ എംപ്ലോയർക്ക് സ്വന്തമായിട്ട് ഫ്രീഡം ഉണ്ട്, എന്താണ് വേജസ് സാലറി ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത്. ലിബർട്ടി മീൻസ് ഫ്രീഡം. ഓക്കെ, ദെൻ വേറൊരു സെന്റൻസ് കൂടി ഉണ്ട്. ദ എംപ്ലോയേഴ്സ് ഓഫ് സ്ട്രോങ്ലി യൂണിയനൈസ്ഡ്, യൂണിയൻ ഉള്ള എംപ്ലോയർ എന്നാണ് കേട്ടോ അവിടെ വരേണ്ടത്. എംപ്ലോയർ എന്നാണ്. The employers of strongly unionized companies to have no freedom in fixation of wages or salary. അവർക്ക് അതിനുള്ള അധികാരമില്ല. അതായത് എന്താണ് സാലറി അല്ലെങ്കിൽ ഇതൊക്കെ ഫിക്സ് ചെയ്യേണ്ടത് അവർക്ക് മാത്രം ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അതിന് യൂണിയൻ ഇടപെടും. അതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, എംപ്ലോയർ എന്നാക്കണത് എംപ്ലോയീസ് അല്ല. ഓക്കെ അല്ലേ? പോയിന്റ് മനസ്സിലായില്ലേ? കാര്യം മനസ്സിലാക്കാനുള്ള ആ 3 സെന്റൻസ് ആവശ്യമുള്ളൂ നമുക്ക്. നെക്സ്റ്റ് വൺ, യൂണിയൻ ഇൻഫ്ലുവൻസസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻസ്. നേരത്തെ പറഞ്ഞ സാധനം തന്നെ വീണ്ടും യൂണിയനുകാർക്ക് ലേബർ റിലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം നിയമങ്ങളൊക്കെ തന്നെയുണ്ട്. ഓരോ ട്രേഡ് യൂണിയന്റേതായ നിയമങ്ങളുണ്ട്. ആ യൂണിയന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് കോമ്പൻസേഷൻ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഒരുപാട് നമ്മുടെ ലേബറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആക്ടുകളും ലെജിസ്ലേഷൻസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോർട്ടൊക്കെ ഇടപെട്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ലേബർ മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. അത് പ്രകാരം മാത്രമേ ഒരു ഫാക്ടറിയോ ഒരു ഓർഗനൈസേഷനോ അതിന്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ വേജസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ലോസ് പ്രകാരം, നിയമപ്രകാരം. ഓക്കെ, നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടുകളും അതുപോലെ തന്നെ ഡിസിഷൻസ് ലെജിസ്ലേഷൻസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അത് പ്രകാരമൊക്കെ ആയിരിക്കും ഒരുവിധമൊക്കെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. യൂണിയൻസ് ആൻഡ് ലേബർ റിലേഷൻസ് ലോ ഓൾസോ ഇൻഫ്ലുവൻസ് കോമ്പൻസേഷൻ ഡിസൈൻ. നിയമം ഉണ്ടെന്നതിന് അത്രേ ഉള്ളൂ. അടുത്തത് ലേബർ ലോസ്. വീണ്ടും പറയുന്നതാണ്, സ്റ്റേറ്റിനും ഓരോ സ്റ്റേറ്റിനും ഉണ്ട് ഓരോ ലോസ് കേട്ടോ. ഓരോ കമ്പനികൾക്കുള്ള നിയമങ്ങളൊക്കെ പോലെ തന്നെ there are also some state laws. അതായത് നമ്മളുടെ സെൻട്രൽ സ്റ്റേറ്റ് ലോസും ഉണ്ട് ലേബറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ?
അത് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എംപ്ലോയീസിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എംപ്ലോയീസിന് യാതൊരു രീതിയിലും എന്താ പറയാ അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ വരാൻ പാടില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയോട് ഒരു ആത്മാർത്ഥത, ഒരു സംതൃപ്തിയൊക്കെ കിട്ടണ്ടേ. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളൊക്കെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റിഗാർഡിംഗ് ദ വേജസ്, കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അത് അങ്ങനെ ഓർത്താൽ മതി. ലേബർ ലോസ്. ദെൻ സൊസൈറ്റി. ഇനി compensation when it is fixed to the employees is also initiated through the prices fixed by an organization for their goods and services. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സമൂഹം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ എന്ന് വെച്ചാൽ സമൂഹമാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മളിതൊരു സ്ഥാപനമാണ്, ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് സർവീസാണ്, സേവനമാണ്. എന്ത് സേവനം? ടീച്ചിങ് എന്ന് പറയുന്നത്. അത് ആരാണ് ഉപയോഗിക്കുന്നത്? ദ പബ്ലിക് അല്ലെ, പുറത്തുള്ളവര്. അതായത് നിങ്ങളെ പോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഇത് ഈ ഒരു സർവീസ് നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തരുന്ന ആ സർവീസ് തീർച്ചയായും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലാസ്സസ് എങ്ങനെയുണ്ട് അല്ലെ, അതിനനുസരിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യും. നിങ്ങൾ 10 പേരോട് പറഞ്ഞു ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇൻകം കൂടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് വി ക്യാൻ ഓൾസോ കോമ്പൻസേറ്റ്. അപ്പൊ അതനുസരിച്ച് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, വരുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ ജോലിക്കാർക്ക് ഒരു എന്താ പറയാ ഒരു വർഷം കഴിയുമ്പോഴോ 2 വർഷം കഴിയുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഇൻക്രിമെന്റുകൾ അവരുടെ വേജസിലോ സാലറിയിലോ ഒക്കെ വരുത്താൻ പറ്റും. അപ്പൊ സൊസൈറ്റിയും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതില്. കാരണം ഇത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദ പബ്ലിക് സൊസൈറ്റി എങ്ങനെയാണ് അത്രത്തോളം അത് പിടിച്ചെടുത്തു അല്ലെങ്കിൽ മീൻസ് അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് അത് സൊസൈറ്റിക്കും ഇതിനൊരു പങ്കുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയാ നമ്മുടെ കോർട്ട്, സുപ്രീം കോർട്ട് തന്നെ ഇതിന് ഒരുപാട് ഇത്തരം വേജസുമായിട്ട് സാലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളൊക്കെ അവർക്ക് അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പല കാര്യങ്ങളും അവര് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇതുപോലുള്ള ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കോടതിയിലേക്ക് എത്തുകയും അതിന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു സൊല്യൂഷൻ, ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുന്ന ചില കൺസേൺസ് ഒക്കെ അവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സാധാരണ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും വേജസ് സംബന്ധമായിട്ടുള്ളതോ ഒക്കെ ഇഷ്യൂസ് ഒക്കെ കോടതി വരെ എത്തിയിട്ടൊക്കെ ഉണ്ടാകാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഇൻഡസ്ട്രീസില് ചില ഫാക്ടറീസിൽ അങ്ങനെ നടന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ബേസിസിലായിരിക്കും ചില നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു സെക്കൻഡ് അണ്ടർലൈൻ ചെയ്താൽ മതി. കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ് ഈസ് ഇനീഷ്യേറ്റഡ് ദ പ്രൈസസ് ഫിക്സ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഫോർ ദെയർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ ആയോ? സൊസൈറ്റി അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. ആ ഒരു കാര്യം അതാണ് അതിനകത്ത് മെയിൻ സെന്റൻസ്. ഇമ്പോർട്ടന്റ് കാര്യം അവിടെ വെറുതെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? Then the economy. നമ്മുടെ രാജ്യവും തന്നെ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ വേജസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ വേജസോ സാലറിയോ ഫിക്സ് ചെയ്യുന്നതില് നമ്മുടെ ഇക്കോണമിയിലെ സ്റ്റേറ്റിനും അതിൻ്റെതായ പങ്കുണ്ട്. എന്താണ് കാരണം ഒരു ഇക്കോണമിക്ക് എന്താ പറയാ ഒരു റെമ്യൂണറേഷൻ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ചെയ്യപ്പെടലുകൾ വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത്ര ഫിക്സ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരാത്ത രീതിയിൽ they have to fix the wages or salary. അപ്പൊ ഇക്കോണമിക്ക് ഏതൊരു രാജ്യത്തെയും അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത്. ചിലപ്പോ ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ കൺട്രിയിലൊക്കെ അധികം സാലറിയോ വേജോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകള് മറ്റു കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് അതിൻ്റെതായ ആ ഇക്കോണമിയുടെ ഒരു രീതിയിലും അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഇക്കോണമിയിൽ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ എല്ലാ ഹോസ്പിറ്റൽസിലും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് നഴ്സിംഗ് ആണ്. നഴ്സിംഗ് നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി അല്ല പുറത്തെ രാജ്യങ്ങളിൽ. ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ they have to work only less time. കുറച്ച് സമയം വർക്ക് ചെയ്താൽ മതി, കൂടുതൽ കാശുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 12 മണിക്കൂറും 16 മണിക്കൂറും ആളുകൾ ജോലി ചെയ്യുന്നു, പക്ഷെ സാലറി കുറവ്. കണ്ടോ, ആ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഒരു ഇക്കോണമിക്ക് അതിൻ്റെതായ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിലും വലിയ പങ്കുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇക്കോണമി എന്നുള്ളതിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് കേട്ടോ.
So these are the external factors which influence the compensation. Compensation influence ചെയ്യുന്നപ്പോ external factors ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ? Labor market, cost of living, labor unions, union influence on compensation decision. Union എത്രത്തോളം compensation തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Labor laws, society and economy. ഇത്രയും പോയിന്റുകൾ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന പോയിന്റ് ഒക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ നിങ്ങളോട് ചില സെന്റൻസുകൾ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഓർത്തിരിക്കാം. ഓക്കെ, നൗ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇനി കോമ്പൻസേഷനെ ബാധിക്കുന്നത് ഇതെപ്പോ പറഞ്ഞതൊക്കെ പുറത്തെയാണ് കേട്ടോ. ഇനി ഇന്റേണൽ ആയിട്ടുള്ള വിതിൻ ദ ഓർഗനൈസേഷനകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഓർഗനൈസേഷന്റെ എന്താ പറയാ മാനേജ്മെന്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ ബിസിനസ് സ്ട്രാറ്റജിയാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ സ്ട്രാറ്റജി ഓൾസോ ഇൻഫ്ലുവൻസ് ദ എംപ്ലോയീസ് കോമ്പൻസേഷൻ ഡിറ്റർമിനേഷൻ. എംപ്ലോയീസിന് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് ഒരു ഓർഗനൈസേഷന്റെ മൊത്തം സ്ട്രാറ്റജിയും എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അവരുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി അവരുടെ നിലവിലുള്ള പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക എന്നുള്ളതായിരിക്കാം. അങ്ങനെ വരുമ്പോ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ആ ഉള്ള പ്രോഫിറ്റിനെ സസ്റ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. എങ്കിൽ എന്ത് ചെയ്യാം, ഈ കോമ്പൻസേഷൻ കൊടുക്കലൊന്നും ഈ പറഞ്ഞ കൂട്ടി ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അതാണ്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ നിലനിൽപ്പ് ഈ ഒരു പ്രോഫിറ്റബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഇത്രയും നിലവാരത്തിലേക്ക് നമ്മുടെ ലാഭം എത്തിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നശിച്ചു പോകും നമ്മുടെ ബിസിനസ് എന്നുള്ള ഒരു ചിന്തയ്ക്ക് വരുമ്പോ നമുക്ക് ഈ പറയുന്ന പോലെ എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൂട്ടി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസിന്റെ സ്ട്രാറ്റജി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ പ്രോഫിറ്റ് നിലനിർത്താനോ അല്ലെങ്കിൽ വരുന്ന മിസ്ഫോർച്യൂൺസ് അല്ലെങ്കിൽ എന്താ പറയാ ഭാവിയിൽ അവർക്ക് ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളൊക്കെ ഓവർകം ചെയ്യാനോ ചിലപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ ലെവല് അങ്ങനെ തന്നെ ആവറേജോ അല്ലെങ്കിൽ ചിലപ്പോൾ ബിലോ ആവറേജിലോ സസ്റ്റെയിൻ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജി പ്രകാരം ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യം കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ. ഇനി എന്താ നമ്മളെപ്പോഴാ ഈ കോമ്പൻസേഷൻ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്ന വേജസിന് പുറമെ മറ്റ് ബെനിഫിറ്റ് ഒക്കെ എപ്പോഴാ കൊടുക്കുക? എംപ്ലോയീസ് വെൻ ദേ ആർ ഷോയിങ് ബെറ്റർ പെർഫോമൻസ്. നല്ല പെർഫോമൻസ് എംപ്ലോയീസ് തീർച്ചയായിട്ടും ബിസിനസ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ ഇൻഫ്ലുവൻസ് ദ എംപ്ലോയേഴ്സ്. മാനേജ്മെന്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. അപ്പൊ ഒരു കോമ്പൻസേഷൻ കൂട്ടി കൊടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഇത് അവർക്കും വരും, എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന്. പെർഫോമൻസ് അപ്രൈസിലാണ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എത്രത്തോളം ഓരോ എംപ്ലോയീസും പെർഫോം ചെയ്യുന്നുണ്ട് അത് വിലയിരുത്തുക. അത് വിലയിരുത്തി അവർക്ക് അതിന് ആനുപാതികമായ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല രീതിയിൽ ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ പേയ്മെന്റുകൾ ബെനിഫിറ്റുകളുടെ രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ലോവർ പെർഫോമൻസ് ആണെങ്കിൽ അതും വിലയിരുത്തിയാലേ മനസ്സിലാകുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോവർ വേജസ് കൊടുക്കുന്നു. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന കാര്യവും നമ്മളുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറാണ്, ഇന്റേണൽ ഫാക്ടറാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എംപ്ലോയി. അതായത് എംപ്ലോയിയുടെ ഫാക്ടേഴ്സ്. ചില എന്താ പറയാ എംപ്ലോയീസിന്റെ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഇന്ററാക്ഷൻസും ഒക്കെ ഓൾസോ ഡിറ്റർമിൻസ് ഹിസ് ഓർ ഹെർ റെമ്യൂണറേഷൻ. ഒരു എംപ്ലോയിയുടെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്തിന് നമ്മുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത്. പല കാര്യങ്ങളും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ലെ, കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അത് നേരത്തെ പെർഫോമൻസ് അപ്രൈസലിൽ പറഞ്ഞു. പിന്നെ സീനിയോറിറ്റി, കൂടുതൽ സീനിയോറിറ്റി ഉള്ളവർക്ക് ബെനിഫിറ്റ് കൂടുതലാണ് അല്ലെ. ആദ്യം 10 കൊല്ലം മുമ്പ് ജോയിൻ ചെയ്ത ആള് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കും ഒരേ രീതിയിൽ കൂടി കൊടുക്കുന്നതിൽ അർത്ഥമില്ല. 10 കൊല്ലമായില്ലേ ആള് ജോലി ചെയ്യുന്നു. സോ ദർ വിൽ ബി ആൻ ഇൻക്രിമെന്റ് ഇൻ ദർ വേജ്. അപ്പൊ അവരുടെ വേജസ് ഇച്ചിരി ഒന്ന് അല്പം ഉയർത്തുക ഒരേ ലെവലിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, ബിക്കോസ് സീനിയോറിറ്റി പ്രകാരം അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവ് മറ്റു കാര്യങ്ങൾ കണ്ടിട്ട് ചിലപ്പോഴൊക്കെ വെറും ഭാഗ്യം കൊണ്ട് ഷിയർ ലക്ക്. എന്താണ് ഷിയർ ലക്ക് മീൻസ്? കേവലം ഭാഗ്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില എംപ്ലോയീസിന് ഭാഗ്യം ഉണ്ടെങ്കിലും അങ്ങനെ ആ രീതിയിലും. അപ്പൊ ഈ പറയുന്ന ഘടകങ്ങളും എന്ത് ചെയ്യുന്നത് നമ്മളുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ ചില പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ബിസിനസിന്റെ സ്ട്രാറ്റജി, രണ്ടാമത്തേത് പെർഫോമൻസ് അപ്രൈസലിന്റെ ബേസിസിലും, മൂന്നാമത്തേത് എംപ്ലോയീസിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം വിലയിരുത്തിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ?
Clear ayo? Yes. Okay, so that was the end of the chapter. Talent management and compensation management എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോ പറഞ്ഞു തീർത്തത്. ഓക്കെ, അപ്പോ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തതും പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടാ. ബാക്കിയുള്ളത് അണ്ടർലൈൻ ചെയ്തത് നന്നായിട്ട് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് എന്താ പറയാ പരീക്ഷയ്ക്ക് എളുപ്പം ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടി കൂട്ടി കൂട്ടി വെച്ച് ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാൻ വിചാരിക്കരുത്. ഓക്കെ, യെസ്. സോ ഇപ്പൊ നമ്മളുടെ ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നോ? പറയാമോ? ചാപ്റ്ററുകളൊക്കെ തീർന്നോ എടുത്ത്? കഴിഞ്ഞെന്നാണോ? സെക്കൻഡ് ചാപ്റ്റർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദാറ്റ് മീൻസ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. അത് ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്. ആൻഡ് ഓൾസോ രമ്യ മിസ്സിന് 1 hour ഉള്ളൂ അല്ലെ ക്ലാസ്, വീക്കിലി 1 hour ഉള്ളൂ. 6 ചാപ്റ്റർ ഉണ്ടായിരുന്നേ അല്ലെ, 6 ചാപ്റ്റർ ആണ് ഉണ്ടായിരുന്നത്. 3 ചാപ്റ്റർ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു ഇല്ലേ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ടാലന്റ് മാനേജ്മെന്റ്, പിന്നെ ഗ്രീവൻസ്. ഇനി എത്ര എടുത്തില്ലേ? യെസ്, 6 3 ഞാൻ എടുത്തു. ഓക്കെ, ഇനി 3 എന്താ പറയാ ഈ ഒരു ചാപ്റ്റർ സോറി നമ്മുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ലോങ് ചാപ്റ്റർ ആണ്. അപ്പൊ ടീച്ചർ ഇനി അത് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്താലൊന്നും ചിലപ്പോ എന്താ പറയാ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ തീരില്ല. സോ ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് ഫ്രം ദാറ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇടയിൽ നിന്ന് ചിലപ്പോ ഞാൻ ഇവിടെ അങ്ങോട്ട് കയറുകയാണ്. റെഫറൻസ് ചെക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങളുടെ ഈ ചാപ്റ്ററിനകത്ത് കാണും. ജസ്റ്റ് ഒന്ന് എടുക്കാമോ ഭാഗം? റെഫറൻസ് ചെക്ക്, റെഫറൻസ് ചെക്ക് കണ്ടോ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എവിടെയോ ആണ് കിടക്കുന്നത്. ഇവിടെ പേജ് നമ്പർ 46 ആണ് കിടക്കുന്നത്. കറക്റ്റ് ആവണോ അല്ലേ? 56ാമത്തെ പേജില്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇവിടെ കുറച്ചൊന്ന് കൂടിച്ചേർന്ന് എടുത്തോളാന്ന് ടീച്ചറിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ടീച്ചറോട് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ടീച്ചർ ഒറ്റയ്ക്ക് എടുക്കാൻ ചിലപ്പോൾ അത് അവിടെ വരെ എത്തില്ല. ഓൾറെഡി ഈ വീക്കില് ടീച്ചർക്ക് ഇനി ക്ലാസ് ഇല്ല അല്ലെ, എന്റെ ക്ലാസ് ആയിരുന്നു. കിട്ടിയോ? ആ ഒരു ടോപ്പിക് കിട്ടിയോ നിങ്ങൾക്ക്? വേഗം പറ, ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം എന്താന്ന്. ഓക്കെ, യെസ്, റെഫറൻസ് ചെക്ക് ആണ്. ഇതിനകത്ത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഈ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് there are some എന്താ പറയാ ഇമ്പോർട്ടന്റ് തിങ്സ് വിച്ച് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ബൈ ദ ഓർഗനൈസേഷൻ. ബിസിനസ്സിലേക്ക് ഒരു പുതിയ എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്, ഇന്റർവ്യൂസ് സെലക്ട് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഇന്റർവ്യൂവിന്റെ ഒരു ലെറ്റർ അവർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ഒക്കെ ചെയ്ത് ഓഫർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക, എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, അത്ര എളുപ്പമുള്ള കാര്യമാണോ? കുറെ ആൾക്കാർ ജോലി ചെയ്യുന്നത് അവർ നോക്കിയാൽ മാത്രം മതി. അല്ല, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രം ടൈം ഓഫ് അപ്പോയിന്റ്മെന്റ് അവര് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് സമയം തുടങ്ങിയല്ല, അതിന് മുമ്പ് തുടങ്ങി. റിക്രൂട്ട്മെന്റിന് മുമ്പ് ഒരുപാട് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തുടങ്ങി ഒരു എംപ്ലോയി, എല്ലാ എംപ്ലോയീസും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു എംപ്ലോയി എടുക്കുകയാണെങ്കിൽ ആള് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്നിടത്തോളം വരെ whatever there are, എന്തൊക്കെ കാര്യങ്ങൾ ആ എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. A to Z എംപ്ലോയീസിന്റെ കാര്യങ്ങളാണ്. അത് ഒരു എംപ്ലോയിയുടെ അല്ല, ഓൾ ദ എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ, എംപ്ലോയീസിന്റെ എല്ലാവരുടെയും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മള് ഈ പറയുന്ന റിക്രൂട്ട്മെന്റില് ഒരുപാട് കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് ഈ റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയർ കൂടി നടക്കുന്നുണ്ട്. എന്താണ് റെഫറൻസ് ചെക്ക്? ഇറ്റ് ഈസ് ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ടു മോണിറ്റർ, ടു വെരിഫൈ ഓർ ടു ഇവാലുവേറ്റ്, ഒരു പരിശോധന നടത്തുക, ഒന്ന് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക. എന്ത് വെരിഫൈ ചെയ്യലാണ്? ക്രിമിനൽ റെക്കോർഡ്സ്,
commercial records and financial records of an individual. ഒരു വ്യക്തിയുടെ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ എന്തായാലും അതായത് ഈ റെഫറൻസ് ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ തുടക്കം ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വരില്ല. അപ്പൊ ചില എംപ്ലോയീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലപ്പോ അവര് എന്താ പറയാ ആ ജോലി വിട്ടു, എന്തെങ്കിലും റീസൺസ് കൊണ്ട് ചിലപ്പോ അവിടെ നിന്ന് പോയി, ജോലി ബ്രേക്ക് ചെയ്തു, ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ് ഉള്ളത് കൊണ്ട് കുറച്ച് നാൾക്ക് ജോലി ചെയ്യുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഓക്കെ, പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ നമ്മുടെ ഗവൺമെന്റിലാണെങ്കിൽ കുറച്ച് ദിവസത്തെ ലീവ് എടുക്കാം, 2 വർഷവും 3 വർഷമൊക്കെ ആളുകൾ ലീവ് എടുക്കുന്നുണ്ട് അല്ലെ. ചില ആൾക്കാർ ഇവിടുന്ന് ജോലി കിട്ടിയിട്ട് പുറം രാജ്യങ്ങളിൽ പോയിട്ട് 5 വർഷത്തെ ലീവ് ഒക്കെ എടുത്തിട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ട് തിരിച്ച് അവിടെ പോയി വലിയ എമൗണ്ട് സാലറി, ഇവിടെ ഫിക്സഡ് സാലറി ഇല്ലേ ഗവൺമെന്റിലൊക്കെ. അപ്പൊ എന്തായാലും ജോലി അവിടെ ഇരിപ്പുണ്ടല്ലോ, ഉറപ്പാണ്. കുറച്ച് 2 കൊല്ലം പുറത്തു പോയി കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് നമുക്ക് ചെലവാക്കാനുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്, ഇല്ലേ? അങ്ങനെ ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ബ്രേക്ക് എടുക്കും. ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും അത് വലിയ പ്രശ്നമല്ല. പക്ഷേ പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകള് ഇങ്ങനെ ജോലി എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ചിലപ്പോൾ കല്യാണം ഉണ്ടാകാം, മറ്റേതെങ്കിലും റീസൺസ് ഉണ്ടാകാം, ബ്രേക്ക് ചെയ്യും. അത് കഴിഞ്ഞ പിന്നെ ആ ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അഗൈൻ വി ആർ സെർച്ചിങ് ഫോർ എ ജോബ്. മറ്റൊരു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അന്വേഷിച്ചിറങ്ങും. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻസ് അയക്കും, അങ്ങനെ ഇന്റർവ്യൂസും ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നോക്കും. ആ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അത്തരം സാഹചര്യങ്ങളാണ് ഈ പറയുന്ന കാര്യം കൂടുതൽ വേണ്ടത്. കാരണം വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് എന്താ പറയാ ഡിസ്റ്റൻസ് ഓഫ് ടൈം, വർക്കിംഗ് ചെയ്യുന്നതിൽ നേരത്തെ വെച്ച് എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് ഈസ് ക്രിയേറ്റഡ് ഇൻ ബിറ്റ്വീൻ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു അല്ലെ. ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ റെഫറൻസ് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ആള് നേരത്തെ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. മേ ബി ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും ഇത് കാണിച്ചിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് വിട്ടതാകാം. പക്ഷെ അത് വെളിപ്പെടുത്തിയിട്ടായിരിക്കും, അയ്യോ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു, അതുകൊണ്ട് എന്നെ അവിടെ പറഞ്ഞു വിട്ടിട്ടാ ഇപ്പൊ ഞാൻ ഇവിടെ ജോലിക്കാരനെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് എന്ന് ആരെങ്കിലും പറയോ? ജോലി വേണോന്ന് ആഗ്രഹമുള്ളവരാരെങ്കിലും പറയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പറയോ അങ്ങനെ ആരെങ്കിലും? തീർച്ചയായിട്ടും പറയാൻ പോണില്ല. പറയോ? ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റിവീൽ ചെയ്യില്ല, നമ്മളത് ഒളിച്ചു വെക്കും. കാരണം നമുക്കിപ്പോ ഒരു ജോലി ആവശ്യമാണ്, അവിടെ ഇനി നേരത്തെ ചെയ്തിരുന്നവർക്ക് ചിലപ്പോ പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, ചിലപ്പോ അവിടെ ആ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വന്നു, അത്രയും ദിവസം ഒന്നും ലീവ് തരാൻ പറ്റില്ല. ഓക്കെ, ഞാനിവിടെ നിർത്തുകയാണ്, ക്വിറ്റ് ചെയ്യുന്നു, ഞാൻ പോകുന്നു. ഓക്കെ, ഞാൻ പോകുന്നു. അത് ഇനി പിന്നെ വേറെ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ എന്ത് ചെയ്യുക, അവരുടെ റെക്കോർഡുകൾ പരിശോധിക്കുക. അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, പിന്നെ അവരുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകൾ, റെക്കോർഡുകൾ, ഇതൊക്കെ പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ റെഫറൻസ് ചെക്ക് എന്ന് വിളിക്കുന്നത്. ഈ റെഫറൻസ് ചെക്കിനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നോ ആന്റിസിഡന്റ് ചെക്ക് എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന്റെ മറ്റു പേരുകളാണ് ആന്റിസിഡന്റ് ചെക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഇത് എംപ്ലോയർ ദേ ഹാവ് ടു, എന്തിനാണ് ഈ ഒരു ചെക്ക് ചെയ്യുന്നത്? ടു ബ്രിങ് ഔട്ട് ദ കാൻഡിഡേറ്റ്സ് ക്വാളിഫിക്കേഷൻസ്. ഈ പറയുന്ന പോലെ ആ എംപ്ലോയിയുടെ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കാൻ, അവരുടെ എത്രത്തോളം നമ്മുടെ ജോലിക്ക് അവർ ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ, അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ, അവരുടെ പ്രവർത്തികൾ, ജോലികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഒക്കെയാണ് ഈ ഒരു റെഫറൻസ് ചെക്ക് സാധാരണ എംപ്ലോയർ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ആൻഡ് ഓൾസോ ഇത് അവരുടെ പൊട്ടൻഷ്യലിനെ കണ്ടുപിടിക്കാൻ, അവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ആണ്. ഇപ്പൊ ഹൈ റിസ്ക് ഉള്ള ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് ചെയ്യില്ലേ, അങ്ങനെ ഒരു സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും കൂടി വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലെങ്കിൽ റെഫറൻസ് ചെക്ക് നടത്താറുണ്ട്. അപ്പൊ ആ എംപ്ലോയിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു എന്താ പറയാ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് റെഫറൻസ് ചെക്ക്. അതിനകത്ത് ക്രിമിനൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, കൊമേഴ്സ്യൽ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ച് whether that candidate is fit for that job, whether what is his character, his or character, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, whether they are fit for it, അവർ ഫിറ്റ് ആണോ, നമ്മൾ അവരെ ജോലിക്ക് എടുത്താൽ നമ്മൾ സേഫും സെക്യൂർഡ് ആണോ എന്ന് വെച്ചാൽ ജോലിയൊക്കെ കൊടുത്ത് പിന്നെ അവസാനം വലിയ കൊല്ലാപ്പും ഇതൊക്കെ ആവാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, റെഫറൻസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ആ പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ആ റെഫറൻസ് ചെക്ക് എനിക്ക് തോന്നുന്നത് ഫുള്ളും
ഇവിടെ വരെ എക്സെട്ര വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സെന്റൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം. സി അപ്പോ ഫോർ വാട്ട് പർപ്പസ് ഇറ്റ് ഈസ് ഡൺ, ഈ റെഫറൻസ് ചെക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ വെദർ ദ ഇൻഫോർമേഷൻ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ് അബൌട്ട് ഹിസ് ഓർ ഹെർ പ്രീവിയസ് എംപ്ലോയ്മെന്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അതായത് നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ജോലിയിൽ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത്, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ജോബിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെ വർക്ക് ചെയ്തിരുന്നോ, ഇന്ന സ്ഥലത്താണ്, അവിടെ എങ്ങനെയൊക്കെയുണ്ട്, അതിനോട് ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് ചെയ്യുന്നത് ഇത്തരം എംപ്ലോയീസിനെ. എങ്ങനെ വന്നാലും ഒരു തറോ വെരിഫിക്കേഷൻ ആണ് ഇത്തരം എംപ്ലോയീസിനെ കുറിച്ച് എംപ്ലോയർമാര് ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ആ ഇൻഡിവിജ്വലിന്റെ പ്രീവിയസ് എംപ്ലോയ്മെന്റ് സംബന്ധിക്കുന്നത് സെവറൽ അൺറിപ്പോർട്ടഡ് എംപ്ലോയ്മെന്റ്, ചിലപ്പോ ഇവര് പറയാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോൾസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, തെറ്റായ രീതിയിൽ ഉള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡ്യൂട്ടിയൊക്കെ പുള്ളിയുടെ ജോലിയിൽ ചെയ്തിട്ടുണ്ടോ, പിന്നെ എംപ്ലോയ്മെന്റിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് വന്നു, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഇൻഫോർമേഷൻ പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഒരു കാൻഡിഡേറ്റിന്റെ റെഫറൻസ് ചെക്ക് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? തറോ വെരിഫിക്കേഷൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. Thorough verification of an individual's previous employment reveals several unreported employment, falsification about the previous titles and duties, and the employment gaps. Okay. അപ്പൊ ഓർക്കുക, റെഫറൻസ് ചെക്ക് നമ്മള് റെഫറൻസ് എന്ന് ഓർക്കുക. അതായത് പ്രീവിയസ് എവിടെയൊക്കെയോ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് മുമ്പ് എവിടെയെങ്ങാണ്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് മറ്റൊരു സ്ഥലത്ത് ഇപ്പൊ ജോലിക്ക് വേണ്ടി നമ്മളുടെ സ്ഥലത്ത് അപേക്ഷ വെച്ചേക്കണേ, ആപ്ലിക്കേഷൻ വെച്ചേക്കണേ. സോ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു? ആ പ്രീവിയസ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആൾക്ക്? എന്തുകൊണ്ട് അവിടെ തന്നെ വീണ്ടും ട്രൈ ചെയ്തില്ല? അപ്പൊ ഇങ്ങനെയൊക്കെ റെഫർ ചെയ്യണം. കാരണം റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഓർഗനൈസേഷനും അങ്ങനെ അവിടെ എന്തെങ്കിലും ആൾക്ക് തെറ്റായ രീതിയിൽ ഒക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ പുറത്താക്കിയതായിരിക്കാം. അത് നമ്മൾ കൂടി സഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മുമ്പ് തന്നെ റിക്രൂട്ട്മെന്റിന് മുമ്പ് തന്നെ റെഫറൻസ് ചെക്ക് നടത്തണം. അല്ലാണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ തേടലല്ല എന്ന് കൂടി മനസ്സിലാക്കുക. ക്ലിയർ ആയോ? എന്താണ് ആ റെഫറൻസ് ചെക്ക് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്ക്? റെഫറൻസ് ചെക്കിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് ചെയ്യുന്നത്? സി sometimes some situations the candidates may not give correct or accurate information about their previous employment or education. എന്തിനു വേണ്ടിയിട്ടാണല്ലോ? അതായത് നമുക്ക് ജോലി സാധ്യത നല്ലോണം ജോലി കിട്ടണം എന്നുള്ള ഒരു ഇത് ലക്ഷ്യം വെച്ചിട്ടാ പോയേക്കണേ. അപ്പൊ പണ്ട് എവിടെയെങ്കിലും ജോലി ചെയ്തപ്പോ അവിടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാതിരിക്കുക, ചിലപ്പോ നമ്മളുടെ എന്താ പറയാ എഡ്യൂക്കേഷൻ, നമ്മളുടെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചിലപ്പോ ആപ്ലിക്കൻസ് കാൻഡിഡേറ്റ്സ് ചെയ്യാറുണ്ട്. കാരണം ആ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് ജോലി വാങ്ങിച്ചെടുക്കുക, അതാണ് ഉദ്ദേശം. പക്ഷെ അതിനൊക്കെ നമുക്കറിയാം ഡോക്യുമെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ ചിലപ്പോ ചില ഓർഗനൈസേഷൻസ് എന്താ പറയാ ഫ്രഷ് ആയിട്ട്, അതായത് ഒറിജിനൽസ് ഒന്നും ചോദിക്കാറില്ല, കോപ്പീസ് ഒക്കെയാണ് ചോദിക്കുക. കോപ്പീസ് ഒക്കെ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആളുകൾക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിച്ച് ജോലി വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകള് കറക്റ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അവരുടെ ജോലിയെ സംബന്ധിച്ചോ പ്രീവിയസ് ആയിട്ടുള്ള ജോലിയെ സംബന്ധിച്ചോ അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോ ഒന്നും കൊടുക്കില്ല. അപ്പൊ റെഫറൻസ് ചെക്ക് എന്ത് ചെയ്യുന്നു? നമ്മളെ സഹായിക്കുന്ന ഓർഗനൈസേഷനെ ടു വെരിഫൈ ദ ഇൻഫോർമേഷൻസ്, അവർ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, അവരുടെ മുന്നിലുള്ള എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ റെഫറൻസ് ചെക്ക് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? പറയും റിപ്ലൈ ഇല്ല. ഓക്കെ, ഒരാള് എല്ലാവരും കേൾക്കാനല്ലേ? അല്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ട് എവിടേക്കോ പോയി തോന്നുന്നു എല്ലാവരും.
ഇല്ല കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായി. പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്കിങ്ങിന്റെ ഇവിടെ വരെ നിർത്താണ്. അടുത്ത പോയിന്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പൊ നമ്മുടെ ടാലന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കിയും ഇത് ഇവിടെ വരെയും ഒന്ന് നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ ഓക്കെ അല്ലേ? യാണോന്ന് പറ. യെസ്. ഓക്കെ. സോ സി യു. താങ്ക് യു.